വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നുമല്ല, നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ എങ്ങനെയാണ് ചുരിദാറിൻ്റെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അറിയുന്നവരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നെക്ക് അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യണവർക്കൊക്കെ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നെക്ക് അടിപൊളിയായിട്ട് നമ്മൾ ക്യാൻവാസ് വെക്കുന്ന ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, വീഡിയോ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതുപോലൊരു കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചാർട്ട് പേപ്പർ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരി കട്ടിയുള്ള പേപ്പറാണ്, നമ്മൾ ബ്രൗഷറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ലീഫാണ് കേട്ടോ എടുത്തേക്കണേ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കട്ടിയുള്ള പേപ്പറൊക്കെ കിട്ടുമ്പോൾ എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നെക്കൊക്കെ കട്ട് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഇതിലാണ് ആദ്യം നമ്മൾ നെക്ക് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വരച്ചിട്ടാണ് നമ്മൾ ക്ലോത്തിൽ വെക്കുക. അപ്പോൾ അത് ഞാൻ ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡും കൂടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പേപ്പർ ഇല്ലെങ്കിൽ ചാർട്ട് പേപ്പർ ഉണ്ടാവുമല്ലോ, കുട്ടികൾക്കൊക്കെ നമ്മൾ വരയ്ക്കുന്ന ചാർട്ട് പേപ്പറൊക്കെ ഉണ്ടാവില്ല, അതെടുത്താൽ മതി. കട്ടിയുള്ള പേപ്പർ എടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ കനകുറവുള്ള പേപ്പറൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിഫായിട്ട് നിൽക്കില്ല, നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഇച്ചിരി കട്ടിയുള്ള പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതേ ഇതുപോലെ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പേപ്പറിനെ ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ ഇതുപോലെ ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഗ്ലേസിങ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ആ പേപ്പറിൻ്റെ ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കുക. നമ്മൾ ബുക്കിൻ്റെ ചട്ടയൊക്കെ ഉണ്ടാവുമല്ലോ, അതെടുത്താലും മതി കേട്ടോ. ഞാൻ ഇച്ചിരി കട്ടിയുള്ള പേപ്പർ എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ ഇനി ബുക്കിൻ്റെ പഴയ ചട്ടയൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ അതേ ഇതുപോലെ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്, അതൊന്ന് സെൻറ്റർ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കി മെഷർമെൻറ്റുകൾ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് വരയ്ക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇതുപോലെ ഇങ്ങനെ ഫോൾഡായിട്ട് വരുന്ന ഭാഗമാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഫോൾഡായിട്ട് വരുന്ന ഭാഗമാണ്, ഇത് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ ഇവിടെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എത്ര വേണമെന്നുണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3.5 ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ നെക്കിൻ്റെ വിഡ്ത്ത്. 3.5 ഇഞ്ച് പേന വെച്ചിട്ടാണ് ഈ മാർക്ക് ചെയ്യണത്. അപ്പോൾ 3.5 ഇഞ്ച് ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് എനിക്ക് 5 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ 5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ക്വയർ ആക്കിയിട്ട് വരച്ചെടുക്കാം. നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള പോയിന്റുകൾ തമ്മിലൊന്ന് സ്ക്വയർ ആക്കിയിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊരു വൈറ്റ് പേപ്പറിലും കൂടെ കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ഇതുപോലെ സ്ക്വയർ ആക്കി എടുക്കുക. നമുക്ക് വേണ്ട നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നോർമലി സ്ക്വയർ ആക്കി വരയ്ക്കല്ലോ നെക്കിൻ്റെ ഷേപ്പ് വരയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഈ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, സ്ക്വയറിനകത്ത് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഷേപ്പ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് വരച്ചു കൊടുക്കുക. ഇപ്പോൾ റൗണ്ട് നെക്ക് ആണെങ്കിൽ റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണെങ്കിൽ അത് ഇതിനകത്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു റൗണ്ട് നെക്ക് പോലെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ വരച്ചു കൊടുക്കുന്നത് റൗണ്ട് നെക്ക്, ചെറുതായിട്ടൊരു ഷേപ്പ് പോലെ ഒരു വി നെക്ക് പോലൊക്കെയാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഞാനിങ്ങനെ കുറച്ച് ഒതുങ്ങിയ ടൈപ്പാണ് കേട്ടോ നെക്ക് വരയ്ക്കുന്നത്. ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇതുപോലെ ഒരു നെക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് ഷേപ്പാണ് വേണമെങ്കിൽ ആ ഒരു സ്ക്വയറിനകത്ത് നമുക്ക് വരച്ചു കൊടുക്കാം. ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് വരച്ചേ കൂടെ നമുക്കൊന്ന് ഈ ഒരു പീസ് ഈ വരയെ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് നെക്ക് വേണമെങ്കിലും ഇതുപോലെ തന്നെ വരച്ചെടുക്കാം കേട്ടോ. നമുക്ക് വേണ്ട നെക്ക് ഏതാണെങ്കിൽ അതൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിത് ഇതിൻ്റെ ലൈനിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ കൊടുത്തിട്ടുള്ള ലൈനിൽ കൂടെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ടിയുള്ള പേപ്പർ ആയിരിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. കനം കുറവുള്ള പേപ്പർ എടുത്താലുണ്ടല്ലോ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല, ഷേപ്പ് മാറിപ്പോവും. പേപ്പറിൻ്റെ ആ ഒരു കട്ടിക്കനുസരിച്ചിട്ടാവും നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് നെക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്കിത് ക്ലോത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ക്ലോത്തിൽ എങ്ങനെയാണ് വെക്കുക നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ക്ലോത്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ലൈനിങ്ങിലും മെയിൻ ക്ലോത്തിലും വെച്ച് കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കിത് ലൈനിങ്ങിലാണ് ആദ്യം ഞാൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ലൈനിങ്ങിൽ നമുക്കിതൊന്ന് ആദ്യം തന്നെ ഈ നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിത് ലൈനിങ് പീസ് ആണെങ്കിൽ ലൈനിങ് പീസ് ആദ്യം മേൽവശം ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ലൈൻ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം കേട്ടോ. അതുപോലെ അത് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സെൻറ്റർ വരെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസിന് സെൻറ്റർ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും കണ്ടോ. ഇവിടെ ഫോൾഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതേ ഈ ഒരു പീസ് കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കണ്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ആ ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് കട്ടിയില്ലാത്ത പേപ്പർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് നെക്കിൻ്റെ ഷേപ്പിലിരിക്കില്ല കേട്ടോ. ഇത് തെന്നിപ്പോവും ചെയ്യും. ഈ ഷോൾഡറിൻ്റെ അവിടെ അകലൊക്കെ മാറിപ്പോവും. അപ്പോൾ കട്ടിയുള്ള പേപ്പർ തന്നെ എടുക്കണേ. അപ്പോൾ ഇത് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ലൈനിങ്ങിലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈനിങ്ങിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് മെയിൻ ക്ലോത്തിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അടുത്ത് മെയിൻ ക്ലോത്ത് എടുക്കാം. അപ്പോൾ മെയിൻ ക്ലോത്തിൽ ഇതുപോലെ ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതിയായിട്ട് ഈ കട്ടിങ്സിൻ്റെ ആ ഒരു കറക്റ്റ് പോയിന്റിൽ ഈ രണ്ട് കട്ടിങ്സും വരുന്നില്ല, അതായത് ഇത് ലൈനിങ്ങിൻ്റെ കട്ടിങ്സും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൽ ഈ കട്ടിങ്സും ഉണ്ടല്ലോ, ഇത് രണ്ടും ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു പോർഷനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ല വശമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ രണ്ടും സെയിം ആണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും പ്രിൻ്റൊക്കെ ഉള്ള ക്ലോത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം വശം നല്ല വശമുള്ള ക്ലോത്താണെങ്കിൽ നമ്മൾ വെക്കേണ്ടത് ഇത് നല്ല വശമാണ് വെക്കേണ്ടത്. നല്ല വശത്തിൻ്റെ മീതെയാണ് നമ്മൾ ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കത് ഈ ഒരു പോയിന്റിലൂടെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈനിൽ കൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു എൻഡിൽ കൊണ്ട് നിർത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും ബാലൻസ് ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കാണിക്കാം എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ കൊണ്ട് നിർത്താം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പോയിന്റിൽ കൊണ്ട് സ്റ്റിച്ചിങ് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു നീഡിൽ അവിടെ തന്നെ കുത്തി നിർത്തുക, ഫൂട്ട് മാത്രം ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്കിന് ഈ ഒരു ഷേപ്പുകളൊക്കെ വരുമല്ലോ, ഇങ്ങനെ കുനിപ്പൊക്കെ വരുന്ന നെക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുനിപ്പ് വരുന്നിടത്തൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ നീഡിൽ കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഷേപ്പൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്തെടുത്താലാണ് കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ നീഡിൽ കുത്തി നിർത്തിയിട്ട് ഫൂട്ടൊന്ന് പൊന്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ ക്ലോത്ത് ഇതുപോലെ തിരിച്ചു വെച്ച് കൊടുക്കാം. തിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് നെക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബാലൻസ്. അപ്പം ഞാനിവിടെ ഒരു സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മീതെ ഒരു സ്റ്റിച്ചും കൂടെ സെയിം രീതിയിൽ തന്നെ കൊടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നിർത്തിയിട്ട് വേണം നമ്മൾ ബാലൻസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്ക് വരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ചോക്ക് വെച്ച് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പെന്ന് വെച്ച് വരച്ചാലും കുഴപ്പമില്ല കേട്ടോ. ചോക്ക് വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ച് വീതി കൂടിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ 1-2 തവണയൊക്കെ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതിലും ഏറ്റവും ബെറ്റർ നമ്മൾ ആ ഒരു ചട്ട വെച്ച് വരയ്ക്കുമ്പോൾ പെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യാണ് കേട്ടോ കുറച്ച് നല്ലത്. അപ്പോൾ എനിക്ക് കൂടുതൽ അങ്ങനെയാണ് നല്ലത് തോന്നിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചോക്ക് വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതേ നമുക്ക് ഇതിൻ്റെ നെക്കിന് ചുറ്റും ഇതുപോലൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് ഏതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വശം നമുക്ക് ആവശ്യമില്ലാത്തതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന്
വരച്ചു കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടാൽ മതിയായിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത്, നമുക്ക് ഈ നെക്കിന് ഇവിടെ എല്ലാം ഷേപ്പാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ മാത്രമാണ് ഒരു കുനിപ്പ് വരുന്നത്. അപ്പോൾ ആ കുനിപ്പിൽ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്കിൽ കുനിപ്പ് വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അടുപ്പിച്ച് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ഡീപ്പായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഡീപ്പായിട്ട് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ടെടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് ഈ ലൈനിങ് ഉള്ളിലേക്ക് ഇതുപോലെ മറിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മറിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പതിച്ചടിച്ചിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നീഡിൽ മാത്രം ഇതുപോലെ കുത്തി നിർത്തിയിട്ട് ഫൂട്ട് ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കുക. അതിന് ശേഷം ഫൂട്ട് താഴ്ത്തിയിട്ട് വീണ്ടും നമ്മൾ ബാലൻസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് വരുന്നിടത്തൊക്കെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ബാലൻസും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ അരികിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിർബന്ധമില്ല, ചെയ്ത് കൊടുത്ത ഒരു ഭംഗിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് അല്ലാതെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മളൊരു ചട്ടയിൽ കട്ട് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ നേരിട്ടിട്ട് ക്ലോത്തിൽ നെക്കിൻ്റെ ഷേപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും, അവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോക്കോളൂ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടോ. ബാക്കിലാണെങ്കിലും നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ സ്റ്റിച്ചിങ് ഒക്കെ നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതിൻ്റെ അരികിൽ കൊടുക്കുന്ന ഈ ഒരു സ്റ്റിച്ച്, ഈ ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു വീതി കീപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഈ രണ്ട് സ്റ്റിച്ച് തമ്മിലുള്ള അകലം നമ്മൾ ഒരേപോലെ കൊടുക്കണം, എന്നാലാണ് നമുക്ക് ആ നെക്ക് ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൊട്ടടുത്ത് കൊടുക്കുന്ന ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫൂട്ട് ഉണ്ടല്ലോ, ഫൂട്ടിൻ്റെ ആ താഴ്ത്ത വശത്തിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഇപ്പുറത്ത് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വീതി നോക്കി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേ അളവിൽ സ്റ്റിച്ച് കിട്ടും. ഈ ഒരു അകലം എല്ലായിടത്തും ഒരുപോലെ ആയാലാണ് നല്ല നീറ്റായിരിക്കുള്ളൂ കേട്ടോ. നെക്കാണെങ്കിലും സ്ലിറ്റ് ആണെങ്കിലും ആ അകലം കറക്റ്റ് ആയാലാണ് നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു നെക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് നെക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും ഇങ്ങനെ വരച്ച് വെക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് വരച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഒത്തിരി അളവ് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പാറ്റേണുകൾ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എല്ലാ സമയത്തും നമുക്ക് ചിലപ്പോൾ ക്യാൻവാസ് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല ക്യാൻവാസ്. അപ്പോൾ ക്യാൻവാസ് ഇഷ്ടമില്ലാത്തവരും നെക്ക് ഈസി ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, നമുക്ക് വെച്ച് നോക്കുമ്പോൾ അറിയാം നെക്ക് കറക്റ്റാണ്. നമ്മൾ കൊടുത്ത അളവിലാണ് നമുക്ക് ഇതുപോലെ നെക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു മെത്തേഡും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, വലിയ ഐഡിയ ഒന്നുമല്ല. അറിയുന്ന ഒത്തിരി പേരുണ്ട്, അവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന ചെറിയൊരു മെത്തേഡ്. അപ്പോൾ ഇതല്ലാതെ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുർത്തീസിൻ്റെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ, അതുപോലെ മെഷർമെൻ്റ് എടുക്കുന്നതും, അതുപോലെ നെക്കിൻ്റെ അല്ലാതെ നമ്മൾ ആം ഹോള്, അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോ
വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കൂ കേട്ടോ. ഒത്തിരി വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ സമയമുള്ളപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. പിന്നെ ഞാൻ ട്രഡീഷണൽ വെയറുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ വയസ്സിൻ്റെ. നമ്മൾ 6 months കഴിഞ്ഞിട്ടുണ്ട്, 1 year കഴിഞ്ഞിട്ടുണ്ട്, ന്യൂ ബോൺ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് 2 year ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് ഒരു 2 വയസ്സായ കുട്ടിയുടെ ഫ്രോക്ക് അല്ലെങ്കിൽ പട്ടുപാവാട ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്ത്തിലാണെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെസ്സേജൊക്കെ അയച്ച് ഒത്തിരി പേര്. കാരണം അവർക്ക് മനസ്സിലായി, പെട്ടെന്ന് ചെയ്തെടുക്കാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ വീഡിയോ കണ്ടപ്പോൾ യൂസ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ. സ്റ്റിച്ചിങ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.